ഏഴൂരേ കാള ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്തത്. ഇനി മേലെ ഞാൻ ചെയ്യും. കാളകാടർക്കും അക്കാള മേപ്പാനായേ ആളില്ലാഞ്ഞിട്ടു നിനക്കാകുമോ ചെറുചാത്ത കാളമേപ്പാനു എന്നതാ ചോദിക്കുന്ന കാളകാടനും മോളെ, മുത്തശ്ശിയോട് പിണക്കമാണോ? മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരാം. മോളുടെ അച്ഛൻ ഒരു തെയ്യം കലാകാരനായിരുന്നു. പണ്ട് കാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അമ്പലങ്ങൾ കയറുവാനോ തെയ്യം കാണാനോ ഉള്ള അവസരമില്ലായിരുന്നു. എന്നാൽ മോളുടെ അച്ഛൻ അവർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് വാദിച്ചു. അവർക്കിടയിൽ തെയ്യം കളിക്കാൻ തുടങ്ങി. അത് അന്നത്തെ ചില പ്രമാണികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ എൻ്റെ മോളുടെ അച്ഛനെ കൊന്നുകളഞ്ഞു. എൻ്റെ മോൾ ഓരോ തവണ കോലം കെട്ടുമ്പോഴും മുത്തശ്ശിയുടെ മനസ്സിൽ തീയാണ് മോളെ, തീ. അതുകൊണ്ടാ മുത്തശ്ശി മോളെ വഴക്കു പറഞ്ഞത്. മക്കളെ, വക്കീൽ ചേച്ചി ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയണേ. വീട്ടിൽ പോവാ. അങ്ങനെ പറയല്ലേ മോനെ, മക്കൾക്ക് മിഠായി ഒക്കെ മേടിച്ചു തരാമ. വേണ്ട അമ്മ, വീട്ടിൽ പോവാ. അങ്ങനെ പറയല്ലടാ, പറയണേ. വീട്ടിൽ പോവാ അമ്മേ. ഹലോ, ആണ്, അതെ. ആ, ഇന്ന് ഞാൻ ലീവാണ് കേട്ടോ. ഓഫീസിൽ സാറ് കാണും. നാളെ നേരിട്ട് കാണാൻ പറ്റുമോ? ആ, നാളെ രാവിലെ ഇങ്ങനെ എത്താം. അവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. ആ, ഓക്കെ, ശരി ശരി. പറഞ്ഞോ മാഡം, ഞാൻ എൻ്റെ മോളുടെ കാര്യം പറയാനാ വന്നത്. പൊന്നു, പൊന്നു, എന്താ മമ്മി? പൊന്നു വാ. മമ്മിക്കും ആന്റിക്കും കുറച്ച് സംസാരിക്കാണ്ട്. നമ്മളൊരു കാര്യം ചെയ്യും, ഈ അനിയത്തി കുട്ടിയെ കൊണ്ട് മോളുടെ ടോയ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഓക്കെ മമ്മി. ഇപ്പൊ തന്നെ ഓക്കെ അല്ലേ? പറഞ്ഞു. മാഡം, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കൊച്ചും മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ ഇല്ലായിരുന്ന ഒരു ദിവസം ഒരാൾ എൻ്റെ കൊച്ചിനെ, എനിക്കിത് ആരടുത്ത് പറയണം, എവിടെ പറയണമെന്ന് അറിഞ്ഞൂടാ. മാഡം ഒരു പെണ്ണല്ലേ, മാഡം എന്നെ സഹായിക്കുന്നു ഞാൻ വിചാരിക്കും. മാഡം, എനിക്ക് പഠിപ്പും വിവരമൊന്നും ഇല്ല. എൻ്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാഡത്തിന് പഠിപ്പും വിവരമൊക്കെ ഉള്ളതല്ലേ, മാഡം ഞങ്ങളെ സഹായിക്കും. സാരില്ല സാരില്ല, ഇരുന്നോ. ഞാനില്ലേ, വിഷമിക്കാതിരിക്കേ. ഞാൻ മോളോട് സംസാരിക്കാം, അല്ലേ ശരിയാക്കാം. കരയാതിരിക്കേ, ധൈര്യമായിട്ടിരിക്കേ. നമ്മളല്ലേ ധൈര്യമായിട്ടിരിക്കേണ്ടേ. താൻ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പൈസയുടെ കാര്യമൊക്കെ നമുക്ക് എത്രയും വേഗം ശരിയാക്കാം.
കുഞ്ഞിനോട് ഞാൻ സംസാരിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലീഗലി തന്നെ മുന്നോട്ട് പോവാം. അയ്യോ അതൊന്നും വേണ്ട മാഡം. എന്റെ കൊച്ചിനെയും കൊണ്ട് എനിക്ക് കോടതി മുറിയൊന്നും കയറി ഇറങ്ങാൻ വയ്യ. മാഡം അവളുടെ അടുത്തൊന്ന് പറഞ്ഞ സമാധാനിപ്പിച്ചാൽ മാത്രം മതി. എനിക്ക് എങ്ങനെയാണ് അവളെ സമാധാനിപ്പിക്കേണ്ടതൊന്നും എനിക്കറിയില്ല. മാഡം അവളുടെ അടുത്തൊന്ന് പറഞ്ഞു ഒന്ന് സമാധാനിപ്പിച്ചാൽ മാത്രം മതി. മക്കളെ കയ്യിൽ എന്താടി? ഇത് വക്കീല ചേച്ചി അങ്ങനെ ഏഴൂരേ കാളയുണ്ടേ കാളകാടർക്കൂ അക്കാള മേപ്പാനായേ ആളില്ലാഞ്ഞിട്ടു നിനക്കാകുമോ ചെറുചാത്ത കാളമേപ്പാനു എന്നതാ ചോദിക്കുന്ന കാളകാടനും. കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യന്റെ ചിന്തകൾ എത്രത്തോളം വളർന്നാലും ചിലരുടെ മനസ്സിലെ കറുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്ന് ഞാൻ ആ കുഞ്ഞിലൂടെ കണ്ടത് എന്നെ തന്നെയാണ്. ചോദിക്കാൻ ആരുമില്ലാത്തവരോടുള്ള അനീതി, അവരോടുള്ള ദുഷ്പ്രവൃത്തി അതിനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആരൊക്കെ അവർക്ക് മാപ്പ് കൊടുത്താലും ഈശ്വരന്റെ മുൻപിൽ അവർക്ക് മാപ്പില്ല. ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മോളുടെ അച്ഛൻ ഒരു തെയ്യം കലാകാരനായിരുന്നു. എൻ്റെ മോൾ ഓരോ തവണ കോലം കെട്ടുമ്പോഴും മുത്തശ്ശിയുടെ മനസ്സിൽ തീയാണ് മോളെ, തീ.